എന്താ ഈ കാണിക്കണേ? ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അല്ലേ സായ്കുട്ടിയെ. ഇന്ന് നമ്മൾ ഈ കുപ്പായുടെ ചെക്കനക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോണ വിശേഷങ്ങളാണ് അല്ലേ. പെരുന്നാളെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോയിട്ടുണ്ട്. സായ്കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം. ഇന്നുമോളുടെ ഏകദേശം പാകം എനിക്കറിയാം. അപ്പോൾ ഓൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, പിന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം. അതിന് വേണ്ടി നമ്മളിന്ന് പുറത്തേക്ക് പോവാണ്. എന്താ ഒരുത്തനെ പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീരെ വരില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകണം. ഓനക്ക് വീടിനകത്തിരിക്കുക എന്നുള്ളത് പണ്ട് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ഞാനൊക്കെ സ്കൂളിലേക്ക് പോയതൊക്കെ വീട്ടിലിരുന്നത്. ഓനക്കിപ്പോൾ എൻ്റെ കൂടെ ഷോപ്പിലേക്ക് കൂടി വരാൻ വയ്യ. എവിടെ വിളിച്ചാലും വരില്ല ചങ്ങായി. പക്ഷെ ഒന്നോനെ ഞാൻ കൊണ്ടുപോകും. എന്തൊക്കെ സന്തോഷം പറഞ്ഞേ. എന്ത് സായ്കുട്ടിക്ക് ഞാൻ ക്യാരം ബോർഡ് ഓർഡർ ചെയ്ത് കയറും കേട്ടോ. ഒരു വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ സായ്കുട്ടിക്ക് ക്യാരം ബോർഡ് വരാൻ പോകുന്നുണ്ട്. വാങ്ങിച്ചോ. ഒരു ടീഷർട്ട് എടുക്കുഞ്ഞേ. എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. അങ്ങനെ നമ്മുടെ സായ്ക്കുട്ടിൻ്റെ ക്യാരം ബോർഡ് സായ്ക്കുട്ടി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്രണ്ട്സൊക്കെ വരട്ടെ, അപ്പോഴല്ലേ കളിക്കാൻ പറ്റുള്ളൂ. നേരെ വന്ന ഈ ബോക്സ് പറിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം പിന്നെ പറിച്ചെടുക്കുകയാണ് സായ്ക്കുട്ടി. അങ്ങനെ സായ്ക്കുട്ടിൻ്റെ ക്യാരം ബോർഡ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? ആ, നമ്മൾ വീട്ടിലത്തെ പോലെ തന്നെ അല്ലേ? വീട്ടിലത്തെ പോലെ തന്നെ അല്ലത്? ഇപ്പൊ ഹാപ്പി ആയില്ലേ? നീ സന്തോഷം പോണൊരു കാര്യം പറയട്ടെ. ഈ കച്ചറൊക്കെ കൊണ്ടേ കളയി. വേഗം കൊണ്ടേ കളഞ്ഞോ, അതാണ് അടുത്ത പരിപാടി. ഐഡിയ അത് കൊണ്ടേ കളഞ്ഞിട്ടുള്ള പരിപാടി മതി. വേഗം കളഞ്ഞോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. സായ്കുട്ടിയോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സേ ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ ഇത് കിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനേ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായൊരു കാര്യം പറയാം കേട്ടോ. ഇത് ലേഡീസ് ഓൺലി ആണ്. അതുകൊണ്ട് ജെൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിന്ന് ഇറങ്ങി പോയിക്കോളി. അപ്പോൾ ലേഡീസ് ഓൺലി ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാവേ. ഇപ്പം നമ്മളെ പുറത്തേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ആവില്ലേ. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് പീരീഡ്സ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട്. അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ലേഡീസ് ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ എവർട്ടീൻ്റെ ഡെയിലി പാൻറ്റി ലൈനർ. ഇതിൽ നീമിൻ്റെയും അലോവേരയുടെയും ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന കാരണം കൊണ്ടേ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഉണ്ടാക്കില്ല. പിന്നെ നമുക്കൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ആക്കും കേട്ടോ. ഇത് അൾട്രാ തിന്നായ കാരണം കൊണ്ടേ നമുക്കൊരു ദിവസം മുഴുവൻ ഉപയോഗിച്ചാലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. പിന്നെ ഇതിന് 100% നാച്ചുറൽ കോട്ടൺ സർഫേസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലി കൂടി. ഈ ഒരു പാക്കറ്റിലേ മൊത്തം 30 പാൻറ്റി ലൈനേഴ്സ് ഉണ്ട്. ഇതിൽ ഓരോ പാഡും വരുന്നത് റാപ്പിഡ് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനേ കുറച്ച് ഈസിയാണ്. പിന്നെ ഇതിലേ എയർ LED ടെക്നോളജി ഉള്ള കാരണം കൊണ്ട് തന്നെ മോയ്സ്ചർ വേഗത്തിൽ അബ്സോർബ് ചെയ്തിട്ട് നമ്മളെ ഇൻറ്റിമേറ്റ് ഏരിയ ഒരു ദിവസം മുഴുവനും ഫ്രഷ് ആയിട്ടും ഡ്രൈ ആയിട്ടും നിലനിർത്താൻ ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയേക്കും. വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കൊക്കെ ഇത് പ്രത്യേകിച്ചും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സായ്ക്കുട്ടിൻ്റെ പാൻറ്റും ഷർട്ടും. സായ്ക്കുട്ടിക്ക് തീരെ പാൻറ്റ് ഷർട്ടില്ല. എനിക്ക് ഇന്നൊരു 3 പാൻറ്റ് ഷർട്ട് കൊടുക്കണം. ലേറ്റ് എടുത്തിട്ട് വാ, വേഗം എടുത്ത്. സായ്ക്കുട്ടിക്ക് പാൻറ്റും ഷർട്ടും ഓനക്ക് സ്വന്തമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ടെൻഷനാവും. എനിക്കിതിന് അത്ര പാൻറ്റും ഷർട്ടും എന്നൊക്കെ പറയും. അത് അങ്ങനെ പൊട്ടൻ. ഭയങ്കര ചൂട്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് 2 AC 2 റൂമിൽ ഇവിടുത്തെ പുറത്ത് ചൂടേ സഹിക്കാൻ പറ്റുന്നില്ല. പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമ്മളിവിടെ മാറ്റിയിട്ട് ഞങ്ങളെ ഓട്ടോക്കാരന് ബാങ്കിൽ പോയിക്കാണ്. നമ്മളിവിടെ വെയിൽ കൊണ്ട് പോകുകയല്ല. ഇത് ഭയങ്കര അല്ല. അപ്പം ഈ പോകുന്നെന്തേ? അല്ല, ഇത് ഞാൻ മോനിക്ക് വേണ്ടതാണ്. അതാണ് ഞാൻ സായ്ക്കുട്ടി ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ ഷൈദയത്തിയും അളിയനും പിന്നെ അളിയൻ്റെ ഉമ്മയും ഉപ്പിയും എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സർപ്രൈസായി. ഞാൻ അവിടെ കയറി വരുന്ന സമയത്ത് തന്നെ കുറച്ച് സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഷൈദയത്ത് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ യാമിക്കുട്ടൊന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആളെ പഠിച്ച പണി 18 പഴറ്റിയിട്ടും ആളിൻ്റെ അടുത്തേക്ക് വന്നില്ല. എന്താണെന്നറിയില്ല, അവളുടെ അടുത്തേക്ക് വന്നില്ല. സത്യം പറഞ്ഞേക്ക് അപ്പം ആ സമയത്തേക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടോ. പക്ഷെ എന്താ കാട്ടോ, കുട്ടിക്ക് എല്ലാവർക്കും പോകാൻ ഇഷ്ടമല്ല. നമ്മൾ അംഗീകരിക്കല്ലേ നിവൃത്തിയുള്ളൂ. ബാങ്കിക്കാണ് പറഞ്ഞവൻ വരില്ല. നമുക്ക്
അളിയൻ ഇത്ര പോരെ ശരിയാണ്, ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ ബില്ല് കൊടുത്തിട്ട് അളിയൻ പോകും, അങ്ങനെയല്ലേ കറക്റ്റ്. അങ്ങനെ ഷൈദാത്താൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ടോ. ഷൈദാത്ത അവർക്ക് ഷോപ്പ് ചെയ്യാനല്ല വന്നത്, ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി വന്നിരുന്നതായിരുന്നു. അപ്പോൾ ഇനി നേരെ വൈകണ്ടെന്ന് പറഞ്ഞിട്ട് അവരും പോയി. അപ്പം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിലേക്ക് കിടന്നിട്ടുണ്ട്. ഇവിടെ ഞാനും ഇവരും തമ്മിൽ വഴക്കാണ്. പാൻറ്റിട്ട് നോക്കു കുഞ്ഞ്, അവിടുന്ന് ഇട്ടാൽ മതിയടാ, ഇട്ട് നോക്കുന്നേ, എന്നാ ഇട്ട് നോക്കി നോക്ക്. ഇവനിക്ക് ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും ഒരുതരം പ്രാന്താ. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ആകെ ഒരു ഇറിറ്റേഷനാണ് ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസ് വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്നുമോൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എനിക്കും സായിക്കുട്ടിക്കും മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഇന്നുമോൾക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി എന്തെടുക്കും ആലോചിച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ജാംജുമിക്ക് വന്നിട്ടോ. ഇവിടെ തക്കാളി 14 രൂപക്കൊക്കെ കൊടുക്കുന്നുണ്ട് അത്രേ. അപ്പോൾ ഞാനിതിങ്ങനെ കവറിലെടുക്കും, സായിക്കുട്ടിനെ തൂക്കാൻ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ അവിടെ കുറേ തിരക്കുണ്ടെന്നുണ്ടെങ്കിലും അവന് പെട്ടെന്ന് അത് തൂക്കിയിട്ട് വേഗം കൊണ്ടുവരും. നേരെ മറിച്ച് ഞാനാ പോയിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്യൂവിൽ കുറേ നേരം നിൽക്കണം. ഇത് കുട്ടിയായ കാരണം കൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ വേഗം അവനക്ക് തൂക്കാൻ അങ്ങോട്ട് കൊടുക്കും. ആളെ കൊണ്ടുപോയ ഭയങ്കര ഉപകാരമാണ്, പക്ഷെ എൻ്റെ കൂടെ വരില്ല എന്ന് മാത്രം. അങ്ങനെയൊക്കെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പെരുന്നാളൊക്കെ ആയിട്ട് എനിക്കുള്ള ഡ്രസ്സ് ഇനി എനിക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കത്രികയും ചോക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളുള്ള സ്ഥലമാണ്, പക്ഷേ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പൈസക്ക് നല്ല ചിലവാകുമെന്ന് അറിയണ കാരണം കൊണ്ട് ഞാൻ വേഗം ട്രോളി ഉന്തിയിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയിട്ടോ. ഇനി ബില്ലടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ. വീട്ടിലേക്ക് പോണതിൻ്റെ മുമ്പ് ഞങ്ങളിവിടെ ജാംജൂമിൻ്റെ മുന്നിൽ ഈ ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന ഈ സ്ഥലമല്ലോ, വെറുതെ കൊടുക്കല്ല, പൈസക്കാണ് കേട്ടോ. അപ്പോൾ 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ലഗൂൺ ബിരിയാണി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങളിന്ന് ഇറങ്ങിയ സമയം ആകെ വൈകിയിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കാനും ഉള്ള സമയമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ബിരിയാണിയും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും സായിക്കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ. ഈ ഒരു ബിരിയാണി ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മളവിടെ ഏൽപ്പിച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള സെറ്റപ്സ് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സായിക്കുട്ടി ഇവിടെ സായിക്കുട്ടി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഓട്ടോ പിടിക്കണം. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കാരണം കൊണ്ടേ ഞാൻ രാവിലെ 12 മണിക്കായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 5-6 മണിയായിരിക്കണം. നടന്നതിൻ്റെ കാലിൻ്റെ സൈഡെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് നോമ്പൊക്കെ തുറക്കണം. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് എത്രയെന്ന് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്. നമ്മളെ റൂമിൻ്റെ റെൻറ്റ് 8500, താഴെ 9000 രൂപയാണ് കേട്ടോ. ഈ 500 രൂപേൻ്റെ വ്യത്യാസം നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുമെന്നറിയോ? ഒരു ഓട്ടോയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ 500 രൂപേൻ്റെ വ്യത്യാസം മനസ്സിലാവും. എൻ്റെ സായിക്കുട്ടി ഇവിടുന്ന് തന്നെ പാൻറ്റും ഒക്കെ ഊരിക്കണ്. ഏതാ പറ്റി അല്ല നിങ്ങളൊക്കെ ആ ടെക്സ്റ്റൈൽസിന് ഞാനൊരു പാൻറ്റ് മാറ്റി എടുത്തൊന്ന് ഇട്ടടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ. ഇതേ ടെക്സ്റ്റൈൽസിൽ അത്ര ആൾക്കാരല്ല, അത് എത്രയോ ആൾക്കാർ കാണുന്ന വീഡിയോ ആണിത്. ഇത് വീടാണെങ്കിൽ ഇത് വീഡിയോ ആണ്. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ 3-4 ആൾക്കാർ കണ്ട് മാത്രമല്ല അത് ഇവിടെ കാണുക. ഓ നമ്മൾ വിചാരിച്ചതിലും നല്ല നേരം വൈകി. ഇപ്പോൾ നോമ്പ് തുറക്കാതെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ബിരിയാണി എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴുകിയിട്ട് വെക്കാം. ഇതൊക്കെ കുളിച്ച് വന്നാൽ ഇപ്പോൾ വാങ്ങി കൊടുക്കും. എന്നിട്ട് നമുക്ക് വേഗം വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ബിരിയാണി കഴിക്കാം. സാറൊക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ ഒരു ദിവസം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊന്ന് മേലൊക്കെ കഴുകി വന്ന് നോമ്പൊക്കെ തുറന്നിട്ടാണ് പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചത് കേട്ടോ. ബിരിയാണി ഒന്നും പറയാമല്ലോ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഭയങ്കരമായിട്ട് വിശന്നിട്ടാണോ എന്താണോ എന്നറിയില്ല. ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.
അപ്പോഴേ നമ്മൾ എവർട്ടീൻ്റെ ഈ പാൻറ്റി ലൈനർ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കൂ കേട്ടോ. ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു പ്രൊഡക്റ്റാണിത് കേട്ടോ.